നമസ്കാരം. മൗദൂദികളുടെ മതമൗലികവാദികളുടെയൊക്കെ ഇപ്പോഴത്തെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത്, ഇനിയുള്ള കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത്, മാലേഗാവ് സ്ഫോടന കേസിലെ പ്രതികൾ എന്ന് കരുതിയിരുന്നവരെ അവർ പ്രതികളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവരെയൊക്കെ വെറുതെ വിട്ടതായിരിക്കും. അത് ഇനി ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. അത് കിട്ടിയ ഒരു എല്ലിൻ കഷ്ണമാണ്. ഇങ്ങനെ മണത്ത് നോക്കും, നക്കി നോക്കും, അതിലെന്തെങ്കിലും കടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കും. അതൊക്കെ പറ്റാണ്ടാകുമ്പോഴേക്കും മെല്ലെ അതങ്ങ് തള്ളും. പക്ഷെ എന്തായാലും ആ സംഭവത്തിൽ വീണ്ടും പുനരന്വേഷണത്തിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തെളിഞ്ഞു വരികയാണെങ്കിൽ ഈ മൗദൂദികളുടെ അടിവേരിളകുന്ന അവസ്ഥയുണ്ടാകും എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു നിഗൂഢത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഈ കേസ് കെട്ടിച്ചമച്ചതാണ്. ഇത് പലരുമായി ഒത്തുചേർന്നുകൊണ്ട് അന്നത്തെ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരു ഭാഗം മാത്രം എപ്പോഴും ചിന്തിക്കരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന RVS മണി മുംബൈ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. അത് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് മാലേഗാവ് സ്ഫോടന കേസിന്റെ അന്വേഷണ സംഘത്തലവൻ എന്ന് പറയുന്നത് ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ നമ്മൾ ആരും മറക്കില്ല. മുംബൈ ഭീകരാക്രമണ സമയത്ത് അജ്മൽ കസബ് എന്ന് പറയുന്ന ഭീകരവാദിയുടെ വെടിയുതിർന്ന് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ജീവൻ സ്വന്തം നാടിന് വേണ്ടി ബലിയർപ്പിക്കുന്ന ഒരവസ്ഥയാണ്. എന്നിട്ടും ഈ മൗദൂദികൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്നറിയാമോ? അതിന് പിന്നിലും, അതായത് ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിലും RSS ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം ഇവരുടെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അദ്ദേഹം ഈ ഒരു കേസ് അന്വേഷിക്കുകയും ഈ കേസിന്റെ, അതായത് മാലേഗാവ് കേസുമായി അന്വേഷണം നടത്തുകയും ആ കേസുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും അദ്ദേഹത്തിന് കിട്ടി എന്നുള്ള ഉറപ്പുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഹേമന്ത് കർക്കറെ. അദ്ദേഹമാണ് പിന്നീട് മുംബൈ ഭീകരാക്രമണ കേസിൽ ഇല്ലാതെയാകുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവത്യാഗത്തിന് പോലും അപമാനമാകുന്ന രീതിയിൽ ഈ മൗലികവാദികൾ പറഞ്ഞു വരുത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. ഈ തഹാവൂർ റാണ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുത്തുന്നതാണ് എന്ന് പറയും. ഇപ്പോ കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മുംബൈ ആക്രമണത്തെ കുറിച്ച് അന്നത്തെ കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞത് തഹാവൂർ റാണയാണ് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ ഉരുത്തിരിഞ്ഞ് അന്നത്തെ സർക്കാരിന്റെ തലയിലേക്ക് പോകുമ്പോൾ പലർക്കും മരണവെപ്രാളം ഉണ്ടാകുന്നുണ്ട്. ഈ മരണവെപ്രാളം ഉണ്ടാകുന്നതിൽ കാര്യമില്ല. പലതും മറച്ചു വെക്കാൻ വേണ്ടി അന്ന് ചെയ്തതാണ്. ഈ P. ചിദംബരം എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ കമ്മട്ടത്തിന്റെ കേസും, അതായത് പാകിസ്ഥാനും ഇന്ത്യക്കും വേണ്ടി ഒരേ കമ്മട്ടത്തിൽ നോട്ടടിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ള വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്ന സമയമാണ്. ഈ പുരോഹിത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പോലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും ഈ ഏതാണ്ട് P. ചിദംബരത്തിന്റെ കാര്യം അവതാളത്തിലാവുകയും ചെയ്യുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ ഒരു മാലേഗാവ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കേന്ദ്ര സർക്കാരിനെ, അന്നത്തെ UPA സർക്കാരിന്റെ ഇവരിപ്പോ പറയും അത് നമുക്കറിയില്ലായിരുന്നു, ഇതൊക്കെ ഇപ്പോഴത്തെ ആരോപണമാണ് എന്നുള്ളത് പറയും. അപ്പോൾ അതിലേക്ക് വരാം. നേരത്തെ പറഞ്ഞു നിർത്തിയതിലേക്ക്, മുഴുമിക്കാൻ കഴിയാത്തതിലേക്ക് വരാം. അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയാൻ വന്നത്. ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടല്ലോ, ഈ മുംബൈ ഭീകരാക്രമണം ഇവർക്ക് അറിയാമായിരുന്നു എന്നുള്ളത് തഹാവൂർ റാണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തഹാവൂർ റാണ മാത്രമാണോ അന്ന് പറഞ്ഞിരുന്നത്? അല്ല. ഈ മുംബൈ ഭീകരാക്രമണത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില പോയിന്റ്സ് അത് മറ്റൊരു വ്യക്തി ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം രചിച്ച ബുക്കിൽ ഇത് കുറിപ്പായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഈ പറയുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന അതേ സമയത്ത്, അതായത് മുംബൈ ഭീകരാക്രമണ സമയത്ത് ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന RVS മണി എന്ന് പറയുന്ന അദ്ദേഹം, അപ്പോൾ ഭരിക്കുന്നത് UPA സർക്കാരാണ്, മറന്നു പോകരുത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ സംഭവങ്ങളുടെ പിന്നിലുള്ള ഗൂഢാലോചനയെ പറ്റി അദ്ദേഹം ഒരു ബുക്ക് എഴുതിയിരിക്കുന്നു. ദ മിത്ത് ഓഫ് ഹിന്ദു ടെറർ, ഇൻസൈഡർ അക്കൗണ്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്
2006 2010 എന്നാണ് ആ ബുക്കിന്റെ പേര്. അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ കേന്ദ്രമന്ത്രിമാരായിരുന്ന പി ചിദംബരം, ശിവരാജ് പാട്ടീൽ, ദിഗ്വിജയ് സിംഗ്, AR അന്തുലെ തുടങ്ങിയവർക്ക് ഇതിന്റെ ഗൂഢാലോചനയുടെ പങ്കിനെ കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ചില ഉന്നതരും പാക് ചാര സംഘടനയായിട്ടുള്ള ISIയുമായി നടത്തിയ ഗൂഢാലോചനകളുടെ ഫലമായിരുന്നു മുംബൈ ഭീകരാക്രമണം എന്നുള്ളതാണ്. ഈ ആളുകളാണ് ഇന്ന് BJPയുടെ നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ RSSന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു കാര്യം, ഇതിപ്പോ പറയുമ്പോൾ പറഞ്ഞു നിർത്തിയത്, ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത് പി ചിദംബരത്തിന് നേരെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ കമ്മട്ട കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്നത് എന്തിലേക്ക് ആകുമായിരുന്നു? ഒരു സത്യസന്ധനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഇവിടെ ഒരു സ്ഫോടനം ഉണ്ടാവുകയും അദ്ദേഹം അതിൽ പ്രതിയാവുകയും ചെയ്യുക എന്നുള്ളത്. അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് ഇന്ന ആളുകളുടെ പേരുകൾ പറയണമെന്ന് പറഞ്ഞു എന്നാണ്. ഇവർ പറഞ്ഞ് നിർത്തിയ തെളിവുകളുണ്ട്. സംശയാസ്പദമായിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കിട്ടി. അദ്ദേഹത്തിന്റെ എല്ലാം കോടതി പരിശോധിക്കുമ്പോൾ അടിമുടി പരിശോധിച്ചു അന്നത്തെ രേഖകളെല്ലാം. അത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം LIC ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ തുകകൾ അടച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇല്ലാക്കഥ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് വരെ അന്നത്തെ മന്ത്രിസഭ, അന്നത്തെ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാമല്ലോ, അതിന് തലപ്പത്തിരിക്കുന്നവരുടെ ഓർഡർ ഇല്ലാതെ അത്തരത്തിലൊരു കാര്യം നടക്കില്ല എന്നുള്ളത്. ഇനിയും മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോഴും പി ചിദംബരത്തിന്റെ പേര് ഇതിൽ ഉയർന്നു കേൾക്കുകയാണ്. കാവ്യ ഭീകരതയുണ്ട് എന്ന് തെളിയിക്കേണ്ടിയിരുന്നത് അന്ന്, അതായത് 92 വരെ BJP എന്ന് പറയുന്നത് ഇവർക്കൊരു പ്രധാനപ്പെട്ട കാര്യമേ അല്ലായിരുന്നു. പക്ഷെ 92-ന് ശേഷം BJPക്ക് വലിയ രീതിയിലുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നുണ്ട്. അത് ഭയന്നിരുന്നു എന്നുള്ളതാണ്. രണ്ട് ആളുകൾ, അതായത് ഈ പറയുന്ന CPM, UPA, ഇതൊക്കെ ഇവരെല്ലാവരും തന്നെ ഇവരെ BJPയെ ഭയക്കാൻ തുടങ്ങി. അതിഭീകരമായ രീതിയിൽ പിന്നീട് 92-ന് ശേഷം ഉണ്ടാവുകയാണ് BJPക്ക് വളർച്ച. അപ്പോൾ അവരെ ഏതെങ്കിലും ഒരു ചെറിയ ആരോപണത്തിൽ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് പി ചിദംബരം ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സമയത്ത് പെട്ടെന്ന് ഈ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. പിന്നീട് പി ചിദംബരം പറയുന്നത് കാവ്യ ഭീകരത എന്നുള്ളതാണ്. ഈ കാവ്യ ഭീകരത എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ആളുകൾ പറയുന്നത് വിശ്വസിക്കാനുള്ള ഒരു ശേഷിയേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി അത്രത്തോളം ഉയർന്ന തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് മാത്രം ലഭ്യമാകുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇന്ന് വിരൽ തുമ്പിൽ എല്ലാ ഡാറ്റകളും കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് ഒരാളെ കബളിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ ചിദംബരം വന്ന് പറഞ്ഞത് കാവ്യ ഭീകരതയാണ് ഇതിന് പിന്നിലെന്നാണ്. ഈ കാവ്യ ഭീകരത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ പി ചിദംബരം അഴിച്ചുവിട്ട ചില നീക്കങ്ങളുടെ ചുരുളാണ് സത്യത്തിൽ ഈ മാലേഗാവ് സ്ഫോടന കേസിലെ വിധി വരുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സർസംഘചാലകായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവതിന്റെ പേര് പറയാനായിട്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യത്തിൽ മഹാരാഷ്ട്ര ATSന്റെ അന്വേഷണ സംഘത്തോട് ATSനോട് ഉത്തരവിട്ടതായിട്ട് സംഘത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ മെഹബൂബ് മുജ്വാർ വെളിപ്പെടുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഈ വെളിപ്പെടുത്തൽ കൂടി, ഈ മെഹബൂബ് മുജ്വാർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏത് ഇതിൽപ്പെട്ട ആളാണെന്നുള്ളത് മനസ്സിലാവും. അത്തരത്തിലൊരു ഉദ്യോഗസ്ഥന് ഇത് മനസ്സിൽ ചുമന്ന് നടന്ന് അദ്ദേഹത്തിന് ഉറക്കമില്ലായ്മ ഉണ്ടായി തുടങ്ങുമ്പോൾ മനസ്സിൽ കുറ്റബോധം തോന്നുക എന്നുള്ള സാധാരണ മനുഷ്യർക്ക് കേട്ടോ കുറ്റബോധം തോന്നുക എന്നുള്ള കാര്യമുണ്ട്. ഈ കുറ്റബോധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പറയില്ല എല്ലാം യാന്ത്രികമായിരിക്കുമെന്ന് ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അത്തരത്തിലാണ്. അപ്പോൾ അദ്ദേഹം ഒടുവിൽ വെളിപ്പെടുത്തുകയാണ്, ഇത് ഭീഷണിപ്പെടുത്തിയിരുന്നു, ATSനോട് ഭീഷണിപ്പെടുത്തി, സർസംഘചാലകന്റെ പേര് പറയാനായിട്ട് ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്.
അപ്പോൾ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: മലേഗാവ് സ്ഫോടനം അന്വേഷിച്ച ATSലെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥർ പരംവീർ സിംഗ് ആണ് മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഉത്തരവിട്ടത്. ഞാൻ അതിന് തയ്യാറാകാത്തത് കൊണ്ട് എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു. പിന്നീട് കേസിൽ നിന്ന് എന്നെ ഒഴിവാക്കി. പക്ഷെ അതെന്റെ 40 വർഷത്തെ ജീവിതമാണ് നശിപ്പിച്ചത്. സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരാകാം അന്വേഷണ ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തിയതെന്നുകൂടി അദ്ദേഹം പറയുകയാണ്. ചില രഹസ്യ വിവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് മോഹൻ ഭാഗവത്, സന്ദീപ് ഡാംഗെ, ദിലീപ് പാട്ടീദാർ, രാം കൽസംഗ്ര എന്നിവരെ പറ്റിയുള്ള ചില വിവരങ്ങൾ എനിക്ക് നൽകി. ഭയാനകമായ ഇക്കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയുകയാണ്. അതിനാൽ ഞാൻ ഒന്നും ചെയ്തില്ല. എനിക്കെതിരെ കള്ളക്കേസ് എടുത്തു. അന്നത്തെ സർക്കാർ എന്നെ സസ്പെൻഡ് ചെയ്തു. എൻ്റെ 40 വർഷത്തെ ഔദ്യോഗിക ജീവിതമാണ് തകർന്നത്. എൻ്റെ കയ്യിൽ ഇതിനുള്ള തെളിവുകളുമുണ്ട്. ഞാൻ അത് എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ തയ്യാറാണ്. കാവി ഭീകരത എന്നൊന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം വ്യാജമായിരുന്നു എന്ന് ഇദ്ദേഹം പറയുകയാണ്. ഈ മുജ്വാർ സൂചിപ്പിച്ചിട്ടുള്ള പരംവീർ സിംഗിനെയാണ് മുകേഷ് അംബാനിയുടെ വസതി ആൻഡിലേക്ക് പുറത്ത് സ്ഫോടക വസ്തു കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര സ്വഭാവ ദൂഷ്യത്തിന് 2021 മുംബൈ പോലീസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇയാളാണ് മഹാരാഷ്ട്ര മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അനിൽ ദേശ്മുഖ് ചിലരെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയെന്ന് ആരോപിച്ച് വിവാദമുണ്ടാക്കിയത്. ദേശ്മുഖിനെ പുറത്താക്കി അറസ്റ്റ് ചെയ്തു. ഇതേ കുറ്റങ്ങൾക്ക് പിന്നീട് പരംവീർ സിംഗും അറസ്റ്റിലായി. പിന്നീട് 2022 ഇയാൾ വിരമിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരേ ത്രെഡിൽ കോർത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൂത്രധാരൻ ആര് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്.